കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വിശുദ്ധാരാധനയിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ക്രിസ്തുവേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നാം ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നാം നോക്കുക. നമ്മുടെ ദൃഷ്ടി കർത്താവിൽ പതിയട്ടെ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനായ ക്രിസ്തു, ഹല്ലേലൂയ, നാം സ്വീകരിച്ചു പറയുന്ന മഹാപുരോഹിതനായ ക്രിസ്തു, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും പക്ഷപാതം ചെയ്യുന്നവനായ കർത്താവ്. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന മതിയായി. കർത്താവിൻ്റെ സന്നിധിയിൽ നാം വരുമ്പോൾ ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരികയാണ്. ദൈവം വചനമാകും. വചനത്തിലാണ് ദൈവം. വചനമാണ് ദൈവം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. വചനത്തിലൂടെ അല്ലാതെ ദൈവത്തെ കാണാൻ മാർഗം ഇല്ല. അപ്പോൾ നാം വചനം കേൾക്കുവാൻ, വചനം ഉൾക്കൊള്ളുവാൻ, വചനം അനുസരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് രൂപാന്തരത്തോടുകൂടി വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വചനത്തിലെ ദൈവത്തെ കാണാൻ കഴിയും. അല്ലാത്ത പക്ഷം വചനം കേൾക്കാൻ പറ്റും, പക്ഷെ വചനത്തിലെ ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ശുദ്ധീകരണം കൂടാതെ വചനം നമ്മൾ കേട്ടാൽ അത് വെറും കേൾവിയായിരിക്കും. എന്നാൽ ശുദ്ധീകരണത്തോടു കൂടി നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ വചനത്തിലെ ദൈവത്തെ നമുക്ക് കാണാനും വചനത്തിലെ വെളിച്ചത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനും ആ വെളിച്ചത്തിലൂടെ നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷ യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് വ്യക്തതയോടെ കാണുവാനും ആ ജീവന്റെ മാർഗത്തിലേക്ക് കാൽച്ചുവടുകളെ വയ്പാനും സ്വർഗീയ യെരുശലേമിനെ കുറിച്ചിട്ടുള്ള ശരിയായ ദർശനം നമുക്കുണ്ടാവുകയും ചെയ്യും. ദൈവത്തിൻ്റെ വെളിച്ചത്താലല്ലാതെ നമ്മുടെ ആത്മമണ്ഡലം വെളിച്ചം കാണത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഭൂമി മുഴുവനും അന്ധകാരം കൊണ്ട് എന്തിയിരിക്കുന്നു, മൂടിയിരിക്കുന്നു എന്നാണ് വചനം. ഗ്ലോറി ടു ഗോഡ്. സകല ജനതയെയും ദുഷ്ടന്റെ അധികാരത്തിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നു, കിടക്കുന്നു. സർവഭൂമിയും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ജാതികളും വംശങ്ങളും ഗോത്രങ്ങളും ഭാഷകളും ഒക്കെയും ഇരുട്ടിന്റെ അധികാരത്തിന്റെ കീഴിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തെ നമ്മുടെ അന്തരാത്മാവിലേക്ക് പകർന്നു നൽകുമ്പോൾ ആ വെളിച്ചത്തിലൂടെ നമ്മൾ ദൈവമഹത്വത്തെ എന്ത് ചെയ്യുന്നു, കാണുന്നു. വചനത്തിലൂടെ അല്ലാതെ ദൈവത്തെ കാണാൻ മാർഗമില്ല. വചനമാണ് ദൈവം. വചനത്തിലെ കൽപ്പനകളും ചട്ടങ്ങളും ഉപദേശങ്ങളും വിധികളും ക്രമങ്ങളും ആരാധനാ രീതികളും ഒക്കെ വചനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കാണും. കർത്താവ് തൻ്റെ മഹത്വം വചനത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനോ നമ്മുടെ ചെവികളിൽ ഹല്ലേലൂയ കൊണ്ട് വചനത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അകത്തെ ജീവൻ വളരെ പ്രധാനമാണ്. വീണ്ടും ജനനം പ്രാപിക്കാതെ ആരും ദൈവരാജ്യം കാണുകയില്ല. ഗ്ലോറി ടു ഗോഡ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാതെ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ വീണ്ടും ജനനത്തിന്റെ ആവശ്യകത വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്ന ദൈവമെന്നും നാം വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലം നോക്കിയത് കൊണ്ട് ഗ്ലോറി ടു ഗോഡ് സ്വർഗത്തിലെ ഉത്തമ സമ്പത്ത് ഉണ്ടെന്നറിഞ്ഞ് ഭൂമിയിലെ സമ്പത്തുകളുടെ അപഹാരം പോലും
സന്തോഷത്തോടെ സഹിച്ച ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ, ആദിമ നൂറ്റാണ്ടിലെ ശുശ്രൂഷക്കാർ, അവർ കണ്ടത് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. വരുവാനുള്ളവൻ വരും, അവൻ വേഗം വരും, താമസിക്കുകയില്ല. കർത്താവിന്റെ വചനത്തിൽ നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലുള്ള വിശ്വാസത്തിന്റെ ധീരന്മാരായ പുരുഷന്മാരെ കുറിച്ചാണ്. ഹല്ലേലൂയ. അതിൽ പ്രധാനമായും ഹാബേലിനെ കുറിച്ചും ഹാനോക്കിനെ കുറിച്ചും നോഹയെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെയും യോസേഫിനെയും മോശയെ കുറിച്ചൊക്കെ 11-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തിയിട്ട് അവരൊക്കെയും വാഗ്ദത്ത നിവൃത്തി പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിൽ വിശ്വസിച്ചവരാണ്. നിത്യജീവൻ അവകാശമാക്കുവാൻ ദൈവത്തിൽ വിശ്വസിച്ചവരായിരുന്നു. ഹാബേലിനെ കുറിച്ച് നോക്കുമ്പോൾ വിശ്വാസത്താൽ ഹാബേൽ കയീനിലും ഉത്തമമായ യാഗം കഴിച്ചു. ആരാധനയുടെ പ്രസക്തി, ആരാധനയുടെ രീതി എന്താണെന്നും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ദൈവം ആ ആരാധനയിൽ പ്രസാദിക്കത്തുള്ളൂ എന്ന് ഹാബേൽ എന്ത് ചെയ്യുന്നു? ഗ്രഹിച്ചിരുന്നു. ഹാബേലിന്റെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരുന്നു. ദൈവജനം ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. വചനത്തിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവവചനത്തെ നമ്മൾ അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി നാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഹാബേൽ വെളിപ്പെടുത്തുന്നു. ഹാനോക്കിന്റെ ജീവിതത്തിലോ അനുദിനവും ദൈവത്തോട് മാത്രം ചേർന്ന് നടക്കുവാനുള്ള തീരുമാനം ഹാനോക്ക് എടുക്കുന്നു. കാരണം ഒരു ന്യായവിധിയെ കുറിച്ചിട്ടുള്ള കാര്യം വ്യക്തമായി ഹാനോക്ക് എന്ത് ചെയ്തിരുന്നു? ഗ്രഹിച്ചിരുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ അനുദിനവും ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിലൂടെ ദൈവത്തോടു കൂടിയുള്ള കൂട്ടായ്മ എന്താണെന്ന് ഹാനോക്ക് എന്ത് ചെയ്തിരുന്നു? അനുഭവിച്ചറിഞ്ഞിരുന്നു. കൂട്ടായ്മയുടെ പ്രസക്തി ഹാനോക്ക് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. ആ കൂട്ടായ്മയിലൂടെ എന്താണ് ഹാനോക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? മരണം കാണാതെ എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു. വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, തന്നോടുകൂടെ ജീവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഹാനോക്ക് തൻ്റെ ജീവിതത്തിലൂടെ എന്ത് ചെയ്യുന്നു? പ്രവചിക്കുന്നു. അതുകൊണ്ട് ഹാനോക്ക് മരണം കാണാതെ എന്ത് ചെയ്തു? എടുക്കപ്പെടുന്നതായി ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കും. വീണ്ടും നമ്മൾ കണ്ടത് നോഹയെ കുറിച്ചാണ്. ന്യായവിധിയുടെ മുന്നറിയിപ്പ് നോഹയ്ക്ക് ലഭിച്ചപ്പോൾ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും മാത്രമല്ല, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ തീരുമാനിക്കുന്നവർക്ക് കൂടി സംരക്ഷണത്തിനുള്ള ഒരു പെട്ടകം കൂടി എന്ത് ചെയ്യുന്നു? നോഹ പണിയുന്നു. സംരക്ഷണ പെട്ടകമാണ് നോഹ പണിയുന്നത്. ഈ അന്ത്യനാളുകളിലും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യമുള്ള ദൈവത്തിന്റെ മക്കൾ നിത്യജീവനിലേക്ക് എത്തിച്ചേർക്കപ്പെടുന്ന ദൈവത്തിന്റെ സഭ പണിയുന്ന പ്രക്രിയയിൽ, നോഹ അന്ന് പെട്ടകം പണിയുന്ന പ്രക്രിയയിലായിരുന്നത് പോലെ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ദൈവസഭയാകുന്ന പെട്ടകം പണിയുന്ന കാര്യത്തിൽ, ആ ദൗത്യത്തിൽ നോഹയെ പോലെ ഉണ്ടായിരിക്കും. ഗ്ലോറി ടു ഗോഡ്. തനിയെ നിൽക്കേണ്ടി വന്നിട്ടും നോഹ എന്ത് ചെയ്തു? കുലുങ്ങിപ്പോകാതെ ദൈവം ഏൽപ്പിച്ച ആ മഹാദൗത്യത്തെ 100 ചില്ലറ വർഷം എന്ത് ചെയ്തു? പ്രസംഗിച്ചു. പ്രസംഗിക്കുന്നതിനോടൊപ്പം തന്നെ താൻ എന്തും കൂടെ ചെയ്തുകൊണ്ടിരുന്നു? പെട്ടകം പണിയുന്ന ദൗത്യം കൂടി എന്ത് ചെയ്തു. ന്യായവിധി വരുന്ന സമയത്തിൽ ബാക്കി എല്ലാവരും ന്യായവിധിച്ച് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നോഹയും കുടുംബവും ന്യായവിധിയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നോഹയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. വീണ്ടും അവിടെ കാണുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാമിനെ കുറിച്ച് ദൈവം വാഗ്ദത്തങ്ങളെ ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിന് കൊടുക്കുന്നു. വിശ്വാസത്താൽ അവകാശമാക്കേണ്ടിയ കാര്യങ്ങളെ കുറിച്ച് ദൈവം അബ്രഹാമിനോട് എന്ത് ചെയ്യുന്നു? വാഗ്ദത്തങ്ങളെ കൊടുക്കുന്നു. അബ്രഹാമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവ്. ഗ്ലോറി ടു ഗോഡ്. പൂർവന്മാരായ നിരവധി പേർ
ദൈവവചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ പൂർവന്മാരിൽ അബ്രഹാം പിതാവാണ് വിശ്വാസത്തിന്റെ പിതാവ്. ഗ്ലോറി ടു ഗോഡ്. കാരണം ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെ വിശ്വാസത്താൽ അവകാശമാക്കിയ അബ്രഹാം, സകല ജാതികളെയും ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ മണൽത്തരി പോലെ നിനക്ക് സന്താനങ്ങൾ ജനിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് നീ എന്ത് ചെയ്യുക, പുറപ്പെടുക. കാണിപ്പാനിരിക്കുന്ന ദേശത്തെക്കുറിച്ച് ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ വിശ്വാസത്താൽ താൻ കനാനെ എന്ത് ചെയ്തു, ദർശിച്ചു. താൻ മുൻപിലേക്ക് കനാനെ ദർശിക്കുമ്പോൾ തന്നെ തൻ്റെ പിന്നിൽ നിന്ന് വരുന്ന വലിയൊരു സമൂഹം, ഇസഹാക്കും യാക്കോബും യോസേഫും മോശയും ദാവീദും, ദാവീദിന്റെ തലമുറയിൽ നിന്ന് ക്രിസ്തുവും, ക്രിസ്തുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന മണവാട്ടി സഭയെയും അബ്രഹാം എന്ത് ചെയ്തു, തനിക്ക് പിന്നാലെ വരുന്നവരെ കൂടെ എന്ത് ചെയ്തു, താൻ വിശ്വാസത്താൽ അവകാശമാക്കി. തനിക്ക് മുന്നിലുള്ള ദേശം എന്തായിരുന്നു? കനാൻ. ദർശനം മുന്നിലേക്കും അതേസമയം ദർശനം പുറകിൽ നിന്ന് വരുന്ന ഒരു വലിയ സമൂഹത്തെയും കൂടി അബ്രഹാം എന്ത് ചെയ്തു, ഒരുമിച്ച് അവകാശമാക്കി. അതുകൊണ്ടാണ് പൂർവ്വ പിതാക്കന്മാരിൽ അബ്രഹാം ശ്രേഷ്ഠനായി കാണപ്പെടുന്നു. മുന്നിലുള്ള കനാൻ ദേശത്തെ അബ്രഹാം എന്ത് ചെയ്തു, വിശ്വാസത്താൽ അവകാശമാക്കി. തനിക്ക് പിന്നാലെ വരുന്ന എടുക്കപ്പെടാനുള്ള ദൈവസഭ ഉൾപ്പെടെ, ഗ്ലോറി ടു ഗോഡ്, അബ്രഹാം വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നു, അവകാശമാക്കുന്നു. ദൈവവചനത്തിൽ ലേഖന ഭാഗങ്ങളിൽ വിശ്വാസ നീതീകരണത്തെക്കുറിച്ച് ആഴമായി പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും വിശ്വാസ നീതീകരണത്തിന്റെ അനുഭവം അബ്രഹാം മുഖാന്തരമാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്, വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാമിന്റെ വിശ്വാസത്തെ ഒരു നാഴികക്കല്ലെന്ന പോലെ അവിടെ തുടങ്ങുകയാണ് കാര്യങ്ങൾ. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാം വിശ്വസിച്ച വിശ്വാസമാണ്, ഗ്ലോറി ടു ഗോഡ്, ആ സന്തതി ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്. ദൈവം കൊടുത്ത വാഗ്ദത്ത സന്തതിയായ ക്രിസ്തു. അബ്രഹാം വിശ്വസിച്ചു ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സന്തതി ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ അത് നിവൃത്തിയാകണമെങ്കിൽ ക്രിസ്തുവിലൂടെ അല്ലാതെ അത് സാധ്യമല്ല. ജാതികളും വംശങ്ങളും ഗോത്രങ്ങളും ഭാഷകളും ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യതയിൽ കാണപ്പെടേണ്ടുന്നതിന് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റു മാർഗമില്ല. അബ്രഹാം ആ കാര്യം എന്ത് ചെയ്തു, വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, ഓർക്കണം, എത്ര മനോഹരമായ ദൈവവാഗ്ദത്തത്തിലെ വിശ്വാസമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തെക്കുറിച്ച് ദൈവം അബ്രഹാമിനെ വാഗ്ദത്തം കൊടുത്ത് വിളിക്കുമ്പോൾ ആ മുൻപിലെ രാജ്യത്തെ നിത്യതയെക്കുറിച്ച് അബ്രഹാം എന്ത് ചെയ്തു, വിശ്വാസത്താൽ കണ്ടു. മാത്രമല്ല, തനിക്ക് പിന്നിലൂടെ ഈ വിശ്വാസ നിമിത്തം ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത തൻ്റെ പിൻതലമുറ കൂടി നിത്യജീവൻ അവകാശമാക്കും എന്നുള്ള കാര്യവും ആര് വിശ്വസിച്ചു? അബ്രഹാം. ആ വാഗ്ദത്തം അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് ദൈവം അത് നീതിയായി കണക്കിട്ടിട്ട് അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം എന്ത് ചെയ്തു, മാനിച്ചുകൊണ്ട് ആ വിശ്വാസമുള്ളവരെ നിത്യതയിലേക്ക് കർത്താവ് എന്ത് ചെയ്യുന്നു, യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസം ഏൽപ്പിക്കുന്ന, ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസിക്കുന്നവരെ നിത്യതയിൽ ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം എന്ത് ചെയ്തു, ഉണ്ടായി. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദർശനം മുൻപിലേക്കും പോയി, കനാനിലേക്കും പോയി, തൻ്റെ പിന്നിലേക്ക് അബ്രഹാമിൽ നിന്ന് ജനിക്കുന്ന സകല സന്തതികളെയും, ഗ്ലോറി ടു ഗോഡ്, അവരെ നിത്യജീവനിലേക്ക് അവകാശമാക്കുവാനുള്ള ദർശനം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. നമുക്ക് ദൈവം നൽകുന്ന ദൈവവചനത്തിലെ വെളിച്ചത്തിലൂടെ നിത്യ കനാനെ കുറിച്ചിട്ടുള്ളൊരു ദർശനം ഉണ്ടാകണം. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ആകട്ടെ, അബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്ന സാറയാകട്ടെ, നമ്മുടെ ആത്മീയമായ അനുഗ്രഹങ്ങൾക്ക് ഉള്ള വിശ്വാസത്തിന്റെ പിതാവും മാതാവുമായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അവർ വിശ്വസിക്കുമ്പോൾ അനേക ജാതികളെ അവകാശമാക്കുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസത്തിന് കഴിഞ്ഞുവെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു ദൈവത്തിന്റെ വചനം വിശ്വസിക്കുമ്പോൾ
ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യജീവനെ കുറിച്ച്, നിത്യ കനാനെ കുറിച്ച്, യെരൂശലേമിനെ കുറിച്ച്, സിയോനെ കുറിച്ച് വ്യക്തമായ ധാരണയും വചനത്തിലൂടെ ഉള്ള ഉറപ്പും വിശ്വാസത്തോടുകൂടി അത് അവകാശമാക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ ദേശത്തിലായിരിക്കുന്ന മറ്റനേകം ജാതികളായിരിക്കുന്നവർ അവരും ഇത് അവകാശമാക്കുവാൻ തക്കവണ്ണം കഴിയുമെന്നും നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അബ്രഹാമിലൂടെ ദേശത്തെ സന്ദർശിച്ച് ജനത്തെ വിടിവിച്ച ദൈവം നാം വിശ്വസിക്കുന്ന വിശ്വാസം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ രക്ഷിപ്പാൻ ആ വിശ്വാസത്തിന് സാധ്യതയുണ്ട്. വിശ്വാസം കൊണ്ട് കേവലം മായയായ ചില കാര്യങ്ങൾ ലഭിക്കുമെന്നുള്ളതിനേക്കാൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ ക്രൂശിൽ ഉയർത്തിയിരിക്കുമ്പോൾ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ഗ്ലോറി ടു ഗോഡ്, അബ്രഹാം മുഖാന്തരമാണ്, ഗ്ലോറി ടു ഗോഡ്, ഈ ഭൂലോകത്തിലുള്ള സകല ജനതയെയും യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? നീതീകരിച്ചിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവരുടെ സന്തതികളായി, വിശ്വാസത്തിന്റെ മക്കളായി ഈ അന്ത്യകാലത്തിലായിരിക്കുന്ന നമുക്ക് മുൻപിലുള്ള ദർശനം നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ, നിത്യ കനാനെ കുറിച്ചിട്ടുള്ള ദർശനം വളരെ വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ, ആ നിത്യ കനാനിലേക്ക് അവകാശമാക്കുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദൈവത്തിങ്കിലെ ആഴമായ വിശ്വാസത്താൽ നമുക്ക് ചുറ്റുമുള്ള ജനതയെ കൂടി നിത്യതയ്ക്ക് വേണ്ടി അവകാശമാക്കാൻ കഴിയും എന്നുള്ളത് അബ്രഹാമിന്റെ വിശ്വാസത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യം കൂടിയാണ് എന്നുള്ള കാര്യം ദൈവത്തിന്റെ സഭ അത് മറക്കരുത്. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിന്റെ പിതാക്കന്മാരെ കുറിച്ച്, അവർ ദൈവത്തെ സേവിച്ചതും അവർ ദൈവത്തെ ആരാധിച്ചതും അവർ ദൈവത്തോട് കൂടെ ചേർന്ന് നടന്ന് കൂട്ടായ്മ ആചരിച്ചതും ന്യായവിധിയിൽ നിന്ന് സംരക്ഷിക്കപ്പെടേണ്ടുന്നതിന് പെട്ടകം പണിയുന്നതും ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അവർ പൂർണ്ണമായും എന്ത് ചെയ്തു? വിശ്വസിച്ചതും. ഹല്ലേലൂയ. അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാമിന്റെ അനുസരണം പൂർണ്ണമായിരുന്നു. ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുമ്പോൾ അനുസരണം പൂർണ്ണമായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് പുറപ്പെടുക. ഗ്ലോറി ടു ഗോഡ്. പുറപ്പെടുന്ന കാര്യത്തിൽ അവൻ അനുസരണമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുസരണം പൂർണ്ണമായിരുന്നു. അതുവരെയും മരണം എന്നുള്ള കാര്യം മനുഷ്യൻ പ്രത്യാശയില്ലാതിരുന്ന ഒരു കാലഘട്ടം. ഗ്ലോറി ടു ഗോഡ്. മരണത്തിനപ്പുറത്തേക്ക് മനുഷ്യന് വെളിച്ചം കിട്ടാതിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദൈവം വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ യാഗത്തിലൂടെ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണമുള്ള ദൈവിക ശബ്ദമുണ്ടായപ്പോൾ താൻ എന്ത് ചെയ്തു? അനുസരിക്കുമ്പോൾ മരണത്തിൽ നിന്ന് മടക്കി വരുത്തുവാൻ ദൈവം ശക്തനെന്ന് താൻ എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വസിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിലാണ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അബ്രഹാം എന്ത് ചെയ്യുന്നു? അതുവരെ കാണാത്ത കാര്യമായിരുന്നു മരണത്തിൽ നിന്ന് മടക്കി വരുത്തുന്ന കാര്യം. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസം എന്താണ്? താൻ വിശ്വസിച്ച ദൈവത്തിന് വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ യാഗമാക്കിയാലും ആ വാഗ്ദത്തം ഇസ്ഹാക്കിലൂടെ തന്നെ നിവർത്തിപ്പാൻ തന്നെ ദൈവത്തിന് സാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ഇസ്ഹാക്കിനെ എന്ത് ചെയ്യുന്നു? യാഗമാക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ യാഗമാക്കുന്നു? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ഞാൻ സേവിക്കുന്ന ദൈവം ശക്തനാണെന്ന് എന്ത് ചെയ്തു? താൻ വിശ്വസിച്ചു. ചുമ്മാതെ വിശ്വസിക്കാൻ പറ്റുമോ? അത്രയും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കണമെങ്കിൽ അവന് അതിന് സാധ്യമാണെന്ന് എന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞിരുന്നു. ആ തിരിച്ചറിവിലൂടെ ഉണ്ടായ വിശ്വാസത്തിലാണ് അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിപ്പാൻ ഹൃദയം കൊണ്ട് എന്ത് ചെയ്തു? യാഗമർപ്പിച്ചത് കൊണ്ടാണ് യാഗത്തിന് അർപ്പിക്കാനുള്ള വാള് അബ്രഹാം ഓങ്ങിയത്. എന്നാൽ ദൈവം ആ നിമിഷത്തിൽ എന്ത് ചെയ്യുന്നു? കരം വിലക്കുന്നു. ഗ്ലോറി ടു ഗോഡ്.
മരണത്തിൽ നിന്ന് മടക്കി കിട്ടിയവനെ പോലെ അബ്രഹാം ഇസഹാക്കിനെ എന്ത് ചെയ്യുന്നു? തിരികെ പ്രാപിക്കുന്നു. അപ്പോൾ നോഹയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ മരണം കാണാതെ എടുക്കപ്പെടും. ഹാനോക്കിന്റെ ജീവിതത്തിൽ, നോഹയുടെ കാലഘട്ടത്തിൽ സകല ജനവും മരണത്താൽ ന്യായവിധിക്കപ്പെട്ടു പോകുമ്പോൾ ആ ന്യായവിധി എന്ന മരണത്തിൽ നിന്ന് നോഹയും കുടുംബവും രക്ഷ പ്രാപിക്കും. അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതുവരെയും മരണത്തിനപ്പുറത്തേക്കുള്ള കാര്യത്തെക്കുറിച്ച് വെളിച്ചമില്ലാതിരിക്കുമ്പോൾ യാഗം അർപ്പിക്കുന്ന സമയത്തിൽ താൻ വിശ്വസിച്ച ദൈവത്തിന് മരണത്തിൽ നിന്ന് മടക്കി വരുത്താൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് താൻ വിശ്വസിച്ചത് കൊണ്ട് അതുപോലെ തന്നെ മടക്കി കിട്ടിയവനായി ഇസഹാക്കിനെ തിരികെ എന്ത് ചെയ്യുന്നു? പ്രാപിക്കുന്നു. വിശ്വാസത്തിന്റെ പട്ടിക എഴുതുമ്പോൾ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു 10-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ തന്നോടുകൂടെ ജീവിക്കും. വിശ്വാസത്താൽ നാം ആയിരിക്കുന്നുവെങ്കിൽ നോഹ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ നാം നിത്യതയിൽ രക്ഷ പ്രാപിക്കും. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ നാം ദൈവസന്നിധിയിൽ എടുക്കപ്പെടും. അബ്രഹാം വിശ്വസിച്ച എന്ത് വിശ്വാസമാണ്? മരണം കാണാതെ. ഹല്ലേലൂയ. അവനെ വീണ്ടും മടക്കി തരുവാൻ തക്കവണ്ണം, ഇസഹാക്കിനെ മടക്കി തരുവാൻ തക്കവണ്ണം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്ത താൻ വിശ്വസിച്ച ദൈവമെന്ന് താൻ ദൈവത്തെ മനസ്സിലാക്കി മരണത്തിനപ്പുറത്തേക്കുള്ള അവകാശത്തെ അബ്രഹാം എന്ത് ചെയ്യുന്നു? വിശ്വാസത്താൽ പ്രാപിക്കുന്നു. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ട്, ഇതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പൂർവന്മാർ അതിനെ എന്ത് ചെയ്തു? വിശ്വാസത്താൽ അതിജീവിച്ചു. ഹാനോക്ക് വിശ്വാസത്താൽ മരണത്തെ അതിജീവിച്ചു. ഹല്ലേലൂയ. നോഹ വിശ്വാസത്താൽ മരണമെന്നുള്ള ന്യായവിധിയിൽ നിന്ന് നോഹയും കുടുംബവും അതിജീവിച്ചു. ഇസഹാക്കിനെ യാഗമർപ്പിക്കുമ്പോൾ മരണമെന്നുള്ള അനുഭവത്തിൽ നിന്ന് ഇസഹാക്ക് എന്ത് ചെയ്യുന്നു? മടക്കി വരുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരാനുള്ളവനും വരുമ്പോൾ തന്നോടുകൂടെ ജീവിക്കും എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ വരവിൽ ഹാനോക്ക് എടുക്കപ്പെട്ടതുപോലെ ദൈവത്തിന്റെ സഭ രൂപാന്തരപ്പെടുകയും ക്രിസ്തുവേശുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. വരുവാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ ജീവിക്കും എന്ന് പറയുന്നത് രൂപാന്തരം പ്രാപിച്ച ഒരു കൂട്ടം ജനം ദൈവത്തോടു കൂടെ ജീവിക്കും. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേറ്റ് തന്നോടുകൂടെ എന്ത് ചെയ്യും? ജീവിക്കും. ഈ വാക്യം എടുത്തിട്ടാണ് പലപ്പോഴും എന്താ പറയുന്നത്? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജീവിതമല്ല പറയുന്നത്, ജീവിക്കും, ഉയർത്തെഴുന്നേൽക്കും, തന്നോടുകൂടെ ജീവിക്കും. എങ്ങനെ ജീവിക്കും? രൂപാന്തരപ്പെട്ട് ജീവിക്കും. ഇതിനാലല്ലോ പൂർവന്മാർ എന്ത് ചെയ്ത് അവകാശം പ്രാപിച്ചത്. ഹാനോക്ക് അവകാശം പ്രാപിച്ചെന്നാണ്. ഫിസിക്കൽ ബോഡി ഹല്ലേലൂയ മരണം കാണാതെ എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ അനുസരണക്കേട് നിമിത്തം മരണം എന്ത് ചെയ്തു? മനുഷ്യനെ പിടിച്ചപ്പോൾ, ഗ്ലോറി ടു ഗോഡ്, 7-ാം തലമുറയിലായിരിക്കുന്ന ഹാനോക്ക് മരണത്തെ അതിജീവിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. സകല ജനത്തെയും ന്യായവിധിക്കുവാൻ ദൈവം പദ്ധതി ഇട്ടപ്പോൾ വിശ്വാസത്താൽ നോഹയും കുടുംബവും മരണത്തെ അതിജീവിച്ചു. ദൈവം വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ മരണത്താലാണ് എന്ത് ചെയ്യുന്ന യാഗത്തിലൂടെ മാറ്റപ്പെടുന്നത്. എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൽ താൻ വിശ്വസിച്ചു. മരണത്തെയാണ് അതിജീവിച്ചത് വിശ്വാസത്താൽ. അപ്പൊ വിശ്വാസത്താൽ എന്തിനാണ് അതിജീവിക്കേണ്ടത്? ആത്മാവിന്റെ 2-ാം മരണത്തെ അതിജീവിക്കുന്ന വിശ്വാസമായിരിക്കണം ദൈവസഭയ്ക്കുണ്ടായിരിക്കേണ്ടത്. അതിന് മാതൃകയായി പിതാക്കന്മാരെ എന്ത് ചെയ്തു? വെളിപ്പെടുത്തുകയാണ്. ഇതിനാലല്ലോ 2-ാം വാക്യം, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. പൂർവന്മാരുടെ സാക്ഷ്യം. അവർ മരണത്തെ എന്ത് ചെയ്തു? അതിജീവിച്ചെങ്കിൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാൽ. 12-ാമത്തെ അധ്യായത്തിലെ കാര്യമാണ്.
സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തെയാണ് അവർ സാക്ഷ്യപ്പെടുത്തിയത്? ദൈവത്തെ പ്രസാദിപ്പിച്ചു സാക്ഷ്യപ്പെടുത്തി, ദൈവത്തെ അനുസരിച്ച് സാക്ഷ്യപ്പെടുത്തി. അല്ലെ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചും സാക്ഷ്യപ്പെടുത്തിയും അവർ അതിജീവിച്ചത് എന്തിനായിരുന്നു? മരണത്തെയാണ്. ഗ്ലോറി ടു ഗോഡ്. വരാനുള്ളവൻ വരും, താമസിക്കയില്ല. എന്റെ നീതിമാൻ, ഞാൻ നീതീകരിച്ച നീതിമാൻ. എവിടെ നീതീകരിച്ച നീതിമാൻ? ക്രൂശിൽ നീതീകരിച്ച നീതിമാൻ. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ക്രൂശിൽ വിശ്വസിച്ച് ആ ക്രൂശ് മരണത്തിലൂടെ വിശ്വാസ നീതീകരണം പ്രാപിച്ചവർ. ഹല്ലേലൂയ. യേശുവിന്റെ പുനരുത്ഥാനത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കുവാനുള്ള വിശ്വാസമുള്ളവർ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വരാനുള്ളവൻ വരും, താമസിക്കില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, തന്നോടുകൂടെ ജീവിക്കും. കർത്താവിൻ്റെ വരവിൽ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് തന്നോടുകൂടെ ജീവിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ പുനരുത്ഥാനം പ്രാപിച്ച് തന്നോടുകൂടെ ജീവിക്കും. അതാണ് അർത്ഥം. ഗ്ലോറി ടു ഗോഡ്. ദൈവവചനം അതാണ് പറയുന്നത്. അത് സംഭവിക്കുമെന്നുള്ള കാര്യം പഴയ നിയമത്തിലെ ഭക്തന്മാർ എന്ത് ചെയ്തു? ചൂണ്ടിക്കാണിച്ചിട്ടാണ് പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് വെളിപ്പെടുത്തി തരുവാൻ പഴയ നിയമത്തിലെ ഭക്തന്മാർ പുതിയ നിയമത്തിലേക്ക് അവകാശമാക്കേണ്ടിയ കാര്യങ്ങൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നവർ എന്ത് ചെയ്തു? അവകാശമാക്കി. പുതിയ നിയമസഭയ്ക്കാണ് കർത്താവിന്റെ രഹസ്യ വരവിൽ എടുക്കപ്പെടുന്ന കാര്യം എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ പഴയ നിയമത്തിലെ ഭക്തൻ പുതിയ നിയമത്തിലെ ദൈവസഭ, മണവാട്ടി സഭ അവകാശമാക്കുവാനുള്ള കാര്യം പഴയ നിയമത്തിലെ ഭക്തനായ ഹാനോക്ക് അവകാശമാക്കി. അതിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നത്. ഹാനോക്കിന്റെ ജീവിതത്തെ നോക്ക്. പുതിയ നിയമസഭയെ എടുക്കപ്പെടുവാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും നീ എടുക്കപ്പെടും എന്നുള്ള കാര്യവും പഴയ നിയമത്തിലെ ഭക്തനായ ഹാനോക്കിനെ നോക്കിയിട്ട് നീ എന്ത് അത് വിശ്വസിക്കൂ. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ, പഴയ നിയമഭക്തനായ ഹാനോക്ക് എടുക്കപ്പെട്ടതുപോലെ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ട് നിത്യതയിൽ തന്നോടുകൂടെ ജീവിക്കും. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്ന അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന താൻ വിശ്വസിച്ച ദൈവം. ഇതിനെ പറഞ്ഞിട്ടാണ് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നത്. ലോകത്തിൽ എവിടെയെങ്കിലും ഇല്ലാത്ത കാര്യത്തെയാണോ ജനം എന്ത് ചെയ്യുന്ന ആഗ്രഹിക്കുന്നത്? ഇതും പറഞ്ഞിട്ട് ഇല്ലാത്തതിനെ, അവനില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന സ്വപ്നം കണ്ടിട്ടാണ് അവൻ പറയുന്നത് ഈ വാക്യം എടുത്തിട്ട്. ഹല്ലേലൂയ. പഴുതി പോകരുത്, സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യണമെന്ന് വചനം. ബലാത്കാരികൾ അത് അവകാശമാക്കും. ഏമുള്ളവരെ നാം ഭയപ്പെടും. യേശുവിനെ ഹല്ലേലൂയ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ, എലിസബത്തിൽ യോഹന്നാൻ ഉരുവായിരിക്കുമ്പോൾ യേശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന മറിയ എലിസബത്തിന് വന്ദനം പറയുമ്പോൾ ഉദരത്തിലിരുന്ന പിള്ള എന്ത് ചെയ്തു? തുള്ളി. ഉദരത്തിൽ വെച്ച് അഭിഷേകം പ്രാപിച്ച യോഹന്നാൻ, യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ, തന്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നപ്പോൾ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയച്ചു യേശുവിന്റെ അടുക്കിലേക്ക്. വരുവാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? യേശു അപ്പോൾ വിളിച്ചു പറഞ്ഞ എന്താണ്? എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ആ ഭാഗ്യ പദവി എവിടെ കാണാൻ കഴിയും? നിത്യതയിൽ അത് കാണും. ഉദരത്തിൽ വെച്ച് ആത്മനിറവ് പ്രാപിച്ച യോഹന്നാൻ, യേശുവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ, തന്റെ ജീവിതത്തിൽ കാരാഗ്രഹത്തിന്റെ അനുഭവം ഉണ്ടായപ്പോൾ വിശ്വാസം ഇടറിപ്പോയെങ്കിൽ നമ്മൾ എത്ര അധികം ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് വേണം നമ്മുടെ ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ കാത്തിരിപ്പാൻ, പ്രസാദിപ്പാൻ, ആരാധിപ്പാൻ. അനുസരണത്തോടുകൂടി ഹല്ലേലൂയ ആരാധിച്ച ഹാബേൽ, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ആരാധിച്ച ഹാബേൽ, കയീനിലും ഉത്തമമായി ആരാധന അർപ്പിച്ച ഹാബേൽ, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തോട് ചേർന്ന് നടന്ന് മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്ക്, ദൈവം പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് തനിക്കും തൻ്റെ കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി താൻ 100 ചില്ലറ വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുകയും ദേശത്തോട് പ്രസംഗിക്കുകയും
പെട്ടകം പണിയുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2000 വർഷമായിട്ട് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? പെട്ടകം പണിയുകയാണ്. കർത്താവ് പെട്ടകം പണിയുകയാണ്. നമ്മളതിൽ പങ്കാളിത്തം എന്ത് ചെയ്യുന്നു? വഹിക്കുന്നു. ഈ 2000 വർഷം കൊണ്ട് പണിയുന്ന പെട്ടകം ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുവാനുള്ള സമയമാകുന്നു. വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നോടുകൂടെ ജീവിക്കും. ഒന്നുകിൽ നാം രൂപാന്തരപ്പെട്ട് തേജസ്കരണം പ്രാപിച്ച് തന്നോടുകൂടെ ജീവിക്കും, അല്ലാത്ത പക്ഷം പുനരുദ്ധാനം പ്രാപിച്ച് നാം തന്നോടുകൂടെ ജീവിക്കും. അതായിരിക്കണം വിശ്വാസം. അത് അവകാശമാക്കുവാനുള്ളതായിരിക്കണം വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. അതാണ് എൻ്റെ ആശ. എന്താണ് ആശ? തേജസ്കരണമാണ് എൻ്റെ ആശ. അതാണ് എൻ്റെ ആശ. എന്താണ് ആശ? ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിൽ എനിക്കും അവകാശം പ്രാപിക്കണം എന്നുള്ളതാണ് എൻ്റെ ആശ. ആ ആശിക്കുന്ന കാര്യത്തിൽ ക്രിസ്തുവേശുവിലൂടെ എനിക്കുന്നുണ്ട് ഉറപ്പുണ്ട്. വചനത്തിൽ ഉറപ്പുണ്ട്. വചനത്തിന്റെ വെളിപ്പാടിലൂടെ ഉറപ്പുണ്ട്. വചനത്തിലെ ജ്ഞാനത്തിലൂടെ ഉറപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ജനത്തിന്, ജാതികളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേകിച്ച് ആത്മാവിന്റെ മോക്ഷത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അവരുടെ ചിന്ത എന്താണ്? ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, അതിന്റെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, കുറച്ച് നേർച്ച കാഴ്ചകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആത്മാവ് എന്ത് ചെയ്തോളും? സ്വർഗത്തിൽ പോകും. കൈ കൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പോകുന്നതാണ് അവരെന്ത് ചെയ്യുന്നത്, വിചാരിക്കുന്നത്. ആ ചിന്തകളിൽ നടന്നിട്ടുള്ളവർ ദൈവം ചില നന്മകൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്താൽ ദൈവസഭയിലോട്ട് കയറി വരുമ്പോൾ ആത്മാവിന്റെ മോക്ഷത്തെക്കുറിച്ച് ദൈവവചനത്തിൽ ക്രിസ്തുയേശുവിലൂടെ പറഞ്ഞിരിക്കുന്നത് പഠിച്ചാലും 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 തീരാത്ത സബ്ജക്റ്റാണ്. സ്തോത്രം. അത് തന്നെയാണ് ലേഖന ഭാഗങ്ങളിൽ മുഴുവനും എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ജനത്തിന് ലേഖന ഭാഗങ്ങളിലൂടെയുള്ള നിത്യജീവന്റെ മാർഗം അന്വേഷിക്കാൻ അവർ താല്പര്യപ്പെടാതെ ക്രിസ്തുയേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ആരാണെന്ന് വിശ്വസിക്കേണ്ടുന്നതിന് കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ ആവർത്തിച്ച് ചെയ്ത് കാണപ്പെടേണ്ടുന്നതിനുള്ള താല്പര്യത്തിലാണ് ജനമായിരിക്കുന്നത്. കർത്താവ് അത് ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും. കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ടോ ആവർത്തിച്ച് ആ അത്ഭുതങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് കൊണ്ടോ അവൻ നിത്യതയിൽ കാണത്തില്ല. നിത്യതയിൽ കാണണമെങ്കിൽ അതിന്റെ മാർഗം മറ്റൊന്നാണ്. ക്രിസ്തുയേശുവിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന നിത്യജീവന്റെ മാർഗം മറ്റൊന്നാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, മറ്റൊരു സുവിശേഷത്തിലേക്ക് ജനം എന്ത് ചെയ്യുന്നു? മറിഞ്ഞു പോകുന്നു. മറ്റൊരു യേശുവിലേക്ക് എന്ത് ചെയ്യുന്നു? മറിഞ്ഞു പോകുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ രക്ഷയെക്കുറിച്ച്, ഈ നീതീകരണത്തിന്റെ വഴിയെക്കുറിച്ച്, ഹല്ലേലൂയ, മാറ്റിപ്പറഞ്ഞ് ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ദൂതനാകട്ടെ, അവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ യഥാർത്ഥ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാത്തവർ ശപിക്കപ്പെട്ടവരാണെന്ന് വചനം വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. എന്നെ വിട്ട് പോകുവിൻ, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് പോകുവിൻ എന്ന് എന്ത് ചെയ്യേണ്ടി വരും? കേൾക്കേണ്ടി വരും. നാം ദൈവത്തെ ഭയപ്പെടുക. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിന് വിശ്വാസത്താലുള്ള ജീവിതമല്ല അബ്രഹാമിന്റെ വിഷയം. ഗ്ലോറി ടു ഗോഡ്. പ്രത്യുത എന്തായിരുന്നു? കനാനിലേക്കുള്ള യാത്രാ ലക്ഷ്യമാണ് പ്രധാനം. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ വിശ്വാസത്താലുള്ള ജീവിതമാണോ പ്രധാനം, അതോ നമ്മുടെ യാത്രാ ലക്ഷ്യമായ നിത്യ കനാൻ അവകാശമാക്കുവാനുള്ളതാണോ നമ്മുടെ വിശ്വാസം? അത് വളരെ പ്രസക്തിയുള്ളതാണ്. നിത്യ കനാൻ അവകാശമാക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ദർശനം വളരെ, ഹല്ലേലൂയ, പ്രാധാന്യമുള്ളതാണ്. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഏത് ദേശത്തേക്കാണ് താൻ വിളിക്കുന്നതെന്ന് അബ്രഹാം എന്ത് ചെയ്തില്ല, ദൈവം എന്ത് ചെയ്തില്ല, അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. പക്ഷേ തന്നെ വിളിച്ചിറക്കിയ ദൈവമാരാണെന്നുള്ള കാര്യം അവൻ എന്ത് ചെയ്തു? വ്യക്തമായി അറിഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ അവൻ അറിയാം. അത് വിശ്വസിച്ച് എന്ത് ചെയ്തു? തൻ്റെ പുറകെ എന്ത് ചെയ്തു? പോയി. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുമ്പോൾ മരുഭൂമിയിലൂടെയാണ് അബ്രഹാം എന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത്. ദൈവം കനാനിലേക്കാണ് വിളിച്ചതെങ്കിൽ അബ്രഹാം എന്ത് ചെയ്തില്ല? അക്ഷരികമായി കനാൻ ദേശത്തിൽ എന്ത് ചെയ്തില്ല? പ്രവേശിച്ചില്ല. പക്ഷെ അവർ മരുഭൂമിയിൽ വച്ച് അവർ നിത്യ കനാൻ എന്ത് ചെയ്തു? കണ്ടു.
അവർ സ്വർഗീയമായതിനെ കണ്ടു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തെ അബ്രഹാം കണ്ടിട്ട് വിശ്വാസത്താൽ അതെന്ത് ചെയ്യുന്നു? അവകാശമാക്കുന്നു. താൻ വിശ്വാസത്താൽ അവകാശമാക്കുമ്പോൾ തനിക്ക് പിന്നാലെയുള്ള ജനതയും കൂടെ താൻ എന്ത് ചെയ്യാണ്? അവകാശമാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവ് എന്ന് അബ്രഹാമിനെ പറയുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചിരിക്കുന്നത്. വിശ്വാസത്തിന്റെ പിതാവ്. ഹല്ലേലൂയ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ അബ്രഹാം ദൈവവിളി ഉണ്ടായപ്പോൾ അവൻ അനുസരിച്ചു. വളരെ പ്രധാനമാണ്. മാത്രമല്ല, അവൻ പുറപ്പെട്ടു പോയി. അനുസരണവും പുറപ്പാടും വളരെ പ്രാധാന്യമുള്ളതാണ്. ഗ്ലോറി ടു ഗോഡ്. ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ എളുപ്പമാണ്, പക്ഷെ അവിടെ നിന്ന് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പുറപ്പെടണം. ദൈവം ചില ദൗത്യങ്ങൾ തരുമ്പോൾ പുറപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. പുറപ്പെട്ടു പോകുവേൻ, പുറപ്പെട്ട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യുവേൻ. എല്ലാവരും സുരക്ഷിതത്വമായിട്ട് എവിടെയെങ്കിലും ഒക്കെ സെറ്റിൽ ആവാനാണ് എന്റെ താല്പര്യം. എന്നാൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി, കർത്താവിന്റെ മഹിമയ്ക്ക് വേണ്ടി ജനം നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? പുറപ്പെടണം. ഹല്ലേലൂയ. വിശ്വാസത്താൽ അവകാശമാക്കുവാൻ കഴിയും എന്നുള്ള കാര്യം, വിശ്വാസത്തെ കുറിച്ച് അബ്രഹാമിന് പല കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? ദൈവം ശോധന ചെയ്യുക. ഗ്ലോറി ടു ഗോഡ്. പുറപ്പെട്ടു പോകണം, എളുപ്പമല്ല. അതൊരു ശോധനയാണ്. നിന്റെ ദേശത്തെ വിടണം, ഒരു ശോധനയാണ്. പിതൃഭവനത്തെ വിടണം, ശോധനയാണ്. ചാർച്ചക്കാരെ വിടണം, ശോധനയാണ്. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാം ആ ശോധനകളെ എന്ത് ചെയ്തു? വിശ്വാസത്താൽ അതിജീവിച്ചു, പുറപ്പെട്ടു പോയി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനെ എന്ത് ചെയ്യണം? യാഗമാക്കണം. ആ ഏകജാതനായ പുത്രനിലൂടെ ഹല്ലേലൂയ തനിക്ക് ദൈവം എന്തിയിരിക്കുന്നു? അവകാശം കൊടുത്തിരിക്കുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, ഭൂമിയിലെ കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ സന്തതി ഉണ്ടാകുമെന്നുള്ള വാഗ്ദത്തം ലഭിച്ചവനെ എന്ത് ചെയ്തു? അർപ്പിക്കാൻ പറയുമ്പോൾ അവിടെയും ശോധനയാണ്. ആ ശോധനയും വിശ്വാസത്താൽ എന്ത് ചെയ്തു? താൻ അതിജീവിച്ചു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ വിശ്വാസത്തിന് എന്തുണ്ട്? അനുസരണമുണ്ട്. അനുസരണത്തിലൂടെ നമുക്ക് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതിനുള്ള പുറപ്പാട് വളരെ പ്രധാനമാണ്. ഹല്ലേലൂയ. ദൈവജനം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര എന്ത് ചെയ്യുന്നത്? നടക്കുന്നു. ഇതേ വചനം വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം: ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലേ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, ഇല്ല, പക്ഷെ അത് കിട്ടുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വാസത്താൽ നടക്കുകയാണ്. സ്വതന്ത്രം വിശ്വാസത്താൽ നടക്കുന്ന എവിടെയാണ്? ഭൂമിയിൽ. ഇവിടെ പറയുന്നത് എന്താണ്? കാഴ്ചയാലല്ല. നിത്യതയെ കുറിച്ചിട്ടുള്ള കാര്യം കണ്ണാൽ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. പക്ഷെ ഞങ്ങൾ വിശ്വാസത്താൽ നിത്യകനാൻ എന്ത് ചെയ്യുന്നു? കാണുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. എവിടെ? ഭൂമിയിൽ നടക്കുന്നില്ല, നിത്യതയിലേക്ക് നടക്കുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര നടക്കുന്നതെന്ന് പറയുമ്പോൾ അർത്ഥം മനസ്സിലാക്കണം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. എങ്ങോട്ട്? കനാനിലേക്ക് നടക്കുന്നത്. ഗ്ലോറി ടു. ഈ കാഴ്ചയാലെ അല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മപകർച്ച ലഭിച്ചിരിക്കുന്നവർക്ക് കാഴ്ചയുണ്ട്. ദൈവത്തിന്റെ ആത്മാവില്ലാത്ത പുറത്തുള്ളവർക്ക് എന്തില്ല? കനാനെ കുറിച്ച് കാഴ്ചയില്ല. ഞങ്ങൾ വിശ്വാസത്താൽ കണ്ടിട്ടാണ് നടക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്താൽ കണ്ടിട്ട് എങ്ങോട്ട് നടക്കുന്നു? ലോകത്തിലേക്കാണ്. ഒത്തിരി ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലല്ല, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്ര ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? നടക്കുന്നു. അതുകൊണ്ട് ആ കാര്യം, ഈ കാര്യം, എല്ലാ കാര്യവും എനിക്ക് എന്ത് ചെയ്യും? നടക്കും. നടക്കട്ടെ, അതിനെന്താ കുഴപ്പം? നടന്നോട്ടെ, അതിന് ആരാ തടസ്സം? പക്ഷെ കാഴ്ചയാലല്ല വിശ്വാസത്താലേ നീ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാണ് നടക്കുന്നതെങ്കിൽ അങ്ങോട്ട് എങ്ങനെ എത്തും? പറയുന്ന മനസ്സിലാവുന്നുണ്ട്? വിശ്വാസത്താൽ നടക്കണത് എങ്ങോട്ടായിരിക്കണം? കനാനിലേക്ക് നടക്കണം. അല്ലാതെ വിശ്വാസത്താൽ അത് കിട്ടും, ഇത് കിട്ടും, എല്ലാം കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഇവിടത്തോളം കൊണ്ട് തീരും. മനസ്സിലാവുന്നുണ്ടോ? വാക്യം എടുത്ത് വളച്ചൊടിച്ചിട്ട് പറയും, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും. അതുകൊണ്ട് വിശ്വാസത്താൽ ഞങ്ങൾക്ക് ഇപ്പൊ ലഭിക്കാത്ത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും? കിട്ടും. കിട്ടിയിട്ട് അവനെ എവിടെ പോകും? അങ്ങോട്ട് പോകുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ജനം ഈ കാര്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഭോഷ്കിന്റെ ആത്മാവിന്റെ വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കരുത്. കനാനെ കുറിച്ചിട്ടുള്ള ദർശനമായിരിക്കണം
ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ലക്ഷ്യം നിത്യ കനാൻ, സ്വർഗീയ യെരുശലേം, സിയോനാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. സിയോനിൽ നമ്മൾ പ്രവേശിക്കണം. ഗ്ലോറി ടു ഗോഡ്. മണവാട്ടി സഭ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടും. ഗ്ലോറി. കനാനെ കുറിച്ചിട്ടുള്ള ദർശനം ഉള്ളിൽ എന്ത് ചെയ്യണം? കത്തണം. ഗ്ലോറി ടു ഗോഡ്. അതാണ് നമുക്ക് പോരാട്ടങ്ങളെ അതിജീവിപ്പാൻ എന്ത് ചെയ്യുന്നത്? കഴിയുന്നത്. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ആ വാക്യം ഒന്നും കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന്, വിശ്വാസത്താൽ അന്യദേശത്ത് എന്ത് ചെയ്തു? ചെന്ന് ഒരു പരദേശിയെ പോലെ എന്ത് ചെയ്യാണ്? പാർക്കുകയാണ്. ദൈവമില്ലാതിരുന്ന കാലഘട്ടത്തിൽ പിശാചിനാൽ ഭൂമി എന്ത് ചെയ്തു? വഞ്ചിക്കപ്പെട്ടു. ഏക മനുഷ്യനാൽ പാപത്താൽ എന്ത് ചെയ്തു? മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടു. അനുസരണക്കേടെന്നുള്ള കാര്യമാണ് ഏദൻ തോട്ടത്തിൽ എന്ത് ചെയ്തത്? സംഭവിച്ചത്. കയീന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? അസൂയയിൽ നിന്നാണ് ഹാബേലിനെ എന്ത് ചെയ്യുന്നത്? കൊല്ലുന്നത്. അതിനെ തുടർന്ന് കയീന്റെ തലമുറയിൽ നിന്ന് ജനിക്കുന്ന ഒരു കൂട്ടം ജനതയെക്കുറിച്ച് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. പാപികളായിട്ടുള്ളവരും നിഷ്ഠൂരന്മാരായിട്ടുള്ളവരും ക്രൂരന്മാരായിട്ടുള്ളവർ എന്നിത്യായി തുടങ്ങി പാപങ്ങളുടെ ലോകത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ആ തലമുറ എന്ത് ചെയ്യുന്നു? മാറ്റപ്പെടുകയാണ്. പിശാചിന്റെ കെണിയിൽ എന്ത് ചെയ്യുന്നു? മാറ്റപ്പെടുകയാണ്. അത് തലമുറകളായിട്ട് പല ജാതികളായി വംശങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പിശാചിന്റെ കെണിയിലും പിടിയിലും അമർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തെ എന്ത് ചെയ്യുന്നു? കനാനെ കുറിച്ചിട്ടുള്ള ദർശനം കൊടുത്ത് ദൈവം വിളിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ ദൈവിക കനാനിലേക്ക് ദൈവം വിളിക്കുമ്പോൾ നമ്മൾ പാർക്കേണ്ടത് എങ്ങനെയാണ്? പരദേശികളെ. ഈ സ്വദേശത്ത് പാർക്കുന്നവരുടെ ജീവിതത്തിലെ സ്വഭാവങ്ങൾ എന്താണെന്നറിയോ? ലോകത്തിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട്, ലോകത്തിൻ്റെതായിട്ടുള്ള സംസാരമുണ്ട്. ഈ ലോകത്തിന്റെ സംസാരത്തിനകത്ത് എന്താണ്? പരദൂഷണം ഉണ്ടാകും, കുറ്റാരോപണങ്ങൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാകും, പിണക്കമുണ്ടാകുന്നു, പകയുണ്ടാകുന്നു, ദ്വന്ദ്വവശമുണ്ടാകുന്നു, ക്രോധമുണ്ടാകുന്നു, കോപമുണ്ടാകുന്നു, ഈർഷ്യയുണ്ടാകുന്നു, ദൂഷണമുണ്ടാകുന്നു, വായിൽ നിന്ന് വരുന്ന ദുർഭാഷണം എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു, ഭോഷ്കുണ്ടാകുന്നു. ഇതെല്ലാമാണ് ലോകത്തിൻ്റെതായിട്ടുള്ള സംസ്കാരം. ഗ്ലോറി ടു ഗോഡ്. അല്ലെങ്കിൽ ലോക ജനത, ദൈവമില്ലാത്തവരുടെ ജീവിതത്തിൽ ഉള്ളത്. 4 പേർ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? പരദൂഷണം എന്ത് ചെയ്യും? പറയും. ഈ പരദേശി എന്ന് പറയുന്ന അനുഭവം ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയോ? നീ പരദൂഷണം പറയുന്നില്ലെങ്കിൽ നീ പരദേശിയാണ്. നീ ദൈവത്തിന്റെ ദേശത്തിൽ നീ എന്ത് ചെയ്യുന്നു? പാർക്കുന്നു. നീ പരദേശിയാണ്. ദൈവത്തിന്റെ ദേശത്തിന് ഈ ലോകത്തിൽ നീ എന്താണ്? പരദേശിയാണ്. നീ ദൈവസഭയിൽ വന്നിട്ടും നിനക്ക് ഈ പറയുന്ന സ്വഭാവങ്ങൾ മാറ്റാൻ കഴിയുന്നില്ലേ? ലോകത്തിന്റെ രീതിയിലുള്ള സംസാരം, ലോകത്തിന്റെ രീതിയിലുള്ള സംസ്കാരം മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് എങ്ങനെ പരദേശി എന്ന് പറയാൻ കഴിയും? ലോക ജനത കൊണ്ടു നടക്കുന്ന ഈ പകയും പിണക്കവും ദ്വന്ദ്വവശവും ക്രോധവും കോപവും ഈർഷ്യയും ദുർഭാഷണവും ദൂഷണവും പോഷ്കും അത്യാഗ്രഹവും ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും ശാഠ്യവും മത്സരവും കള്ളസത്യം പറയുന്നതും വെറിക്കൂത്തും എന്നിത്യാദി കാര്യങ്ങളിൽ ആണ് ഇരിക്കുന്നതെങ്കിൽ നീ എങ്ങനെ പരദേശി എന്ന് പറയും? നീ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ പരദേശി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പരദേശി എന്ന് എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്. പക്ഷെ സ്വദേശത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവരെന്ത് ചെയ്യുന്നത്. പാ തുറന്ന കള്ളമേ പറയും, ഫോഷ്കെ പറയും, മറ്റുള്ളവരോട് എന്തുണ്ട്? അസൂയ, പിണക്കം. എന്നിട്ട് പറയുന്നത് എന്താണ്? പരദേശികളായി പാർക്കുന്ന ഞങ്ങൾക്കൊരു സ്വദേശം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചിട്ടുണ്ട്. നീ എന്തിൽ നിന്ന് പരദേശിയായി?
സ്വദേശത്തിൽ പാർക്കുന്നവനാണെങ്കിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, സ്വയനിയന്ത്രണം, കരുണ, ദയ. ഇതാണ് ആത്മാവിൽ ഒരു വ്യക്തി കനാൻ ദേശത്തിന്റെ അനുഭവത്തിലായിരിക്കുന്ന. അതുള്ളവന് മറ്റു കാര്യങ്ങൾ അവന്റെ പടിപ്പുരയ്ക്ക് പുറത്താണ്. അവനാണ് പറയുന്നത് എന്ത്? ഞാൻ പരദേശിയാണ്. പരദേശിയാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കണം. അല്ല, ലോകജനതയ്ക്ക് പോകുമ്പം അവിടെ ചെന്നിട്ട് അവരെ കഥ കേട്ട് ഇവരെ കഥ കേട്ട് അപ്പുറത്തോരെ കഥ കേട്ട് ഇപ്പുറത്തോരെ കഥ കേട്ട് അതിൽ 10 അഭിപ്രായം പറഞ്ഞ് കുറച്ച് നുണയടിച്ച് സ്വത്രം വിടക്ക് കണ്ണുണ്ടാക്കി, അസൂയ ഉണ്ടാക്കി, പകയുണ്ടാക്കി, പിണക്കം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ദൈവസഭയിൽ വന്നിട്ട് പറയാൻ, ഞങ്ങൾ പരദേശികളായി പാർക്കുന്ന ഞങ്ങളുടെ ഭവനത്തിൽ നിന്റെ കീർത്തനങ്ങൾ ഞങ്ങൾക്ക് ചട്ടമാണ്, ഞങ്ങൾക്കൊരു സ്വദേശം ദൈവം ഒരുക്കുന്നു. പരദേശിയാണെന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ബലത്തിലൂടെ നീ നിന്നെ തന്നെ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ വിശ്വാസത്താൽ താൻ എന്ത് ചെയ്തു? യഥാർത്ഥത്തിൽ കനാൻ ദേശത്തിൽ പ്രവേശിച്ചില്ലെങ്കിലും കനാൻ ദേശത്തെ അവകാശമാക്കുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് അബ്രഹാം വിശ്വാസത്താൽ ഏറ്റിട്ട്, ഹല്ലേലൂയ, ഒരു അന്യദേശത്തെ പരദേശിയായി അബ്രഹാം പാർത്തു. ജീവിതം കൊണ്ടാണ് എന്ത് ചെയ്യാൻ? അത് പരദേശിയാണെന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നാളിതുവരായിട്ട് കർത്താവേ, എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ എന്നെ ബാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണം? വിടിവിച്ച് ഞാനും സ്വദേശത്തിൻ്റെ അവകാശിയാണെന്നും പരദേശിയാണെന്നുള്ള കാര്യം ഞാനും ഒന്ന് എന്ത് ചെയ്യട്ടെ? തെളിയിക്കട്ടെ. ഇന്ന് വിശ്വാസികൾ ദൈവസഭയിൽ വന്നു കഴിഞ്ഞാൽ ദൈവവചനം കേൾക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? പരദേശികളാണെന്ന് പറയും. അത് കഴിയുമ്പോഴത്തേക്കോ 4 പേര് കൂടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അത് അവരവർക്കറിയാം. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് എന്താണെന്നും പെരുമാറ്റങ്ങളിൽ നിന്ന് വരുന്നത് എന്താണ്, അതൊക്കെ മാറിപ്പോയി സ്വദേശത്തിലേക്ക് ദൈവം എന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ബോധ്യമായി ആത്മാവിൻ്റെ ഫലമുള്ളവരെ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളും എന്ത് ചെയ്യണം? അകത്തുനിന്ന് പുറത്തേക്ക് വരണം. ആത്മാവിൻ്റെ ഫലം എന്ത് ചെയ്യണം? പുറത്തു വരണം. ഗ്ലോറി ടു ഗോഡ്. അതാണ് പരദേശിക്കുള്ള ലക്ഷണം. സ്വദേശിക്കുള്ള ലക്ഷണം എന്താണ്? ഈ പറയുന്നത് പോലെ ഉള്ള അസൂയയും കുശുമ്പും കുഞ്ഞാമ്പും പിണക്കവും പകയും അസൂയയും ലോക സംസ്കാരവും ലോക സംസാരവും വെറിക്കൂത്തും. സ്തോത്രം. പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഹല്ലേലൂയ. ബുദ്ധിമുട്ടിയാലും സാരമില്ല, നിത്യതയെ പോണം. ഇന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കുകയും ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് ടി വിയും തുറന്നു വെച്ചിട്ട് കേക്കാന്ന് ചിരിച്ചും കൊണ്ടിരിക്കും. ഉള്ള കോമാളിത്തരങ്ങൾ കാണാനും. സ്വദേശികളായി നിങ്ങളുടെ സ്വദേശം ഏതാണെന്ന് ബോധ്യം വേണം. ലോകക്കാരല്ല. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ലോകത്തിൽ നിന്ന് എടുത്തു, വീണ്ടും ലോകത്തിലാക്കി വെച്ചിരിക്കുന്നു. എടുത്തു എന്ന് പറഞ്ഞ എന്താ? ലോകത്തിന്റെ സംസാരത്തിന്റെ ട്രാക്കിൽ നിന്ന് ദൈവം നിന്നെ എന്ത് ചെയ്തു? എടുത്തു. അത് തിരിച്ചറിയണം. ലോകം അസൂയയിൽ എന്ത് ചെയ്യുന്നു? അവർ പോകുന്നു. സ്വാർത്ഥതയിൽ നിന്ന് സ്വാർത്ഥതയിലേക്ക് പോകുന്നു. അവയിൽ നിന്ന് എടുത്തു. സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്ന് ദൈവം എടുത്തു. പകയും പിണക്കങ്ങളിൽ നിന്നും തൊന്നപക്ഷങ്ങളിൽ നിന്നും എടുത്തു. ഭിന്നതയും വിടക്കുകണ്ണിൽ നിന്നും പരദൂഷണത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും കോപത്തിൽ നിന്നും ഈർഷ്യയിൽ നിന്നും ദൂഷണത്തിൽ നിന്നും എടുത്തു. ദുർഭാഷണത്തിൽ നിന്ന് എടുത്തു. ഭോഷ്ക് സംസാരിക്കുന്നതിൽ നിന്ന് എടുത്തു. അത്യാഗ്രഹത്തിൽ നിന്ന് എടുത്തു. ജഡത്തിന്റെ പാപ മ്ലേച്ഛതകളിൽ നിന്ന് ദൈവം എടുത്തു. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപത്തിൽ നിന്ന് എടുത്തു. അനുസരണക്കേടിൽ നിന്നും ശാഠ്യത്തിൽ നിന്നും മത്സരത്തിൽ നിന്നും കള്ളസത്യം പറയിൽ നിന്നും വെറുക്കൂത്തിൽ നിന്ന് ദൈവം നിന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നീയാണ് പരദേശി. ലോകം അവൻ നിന്നെ കാണുമ്പോൾ എന്ത് ചെയ്യും? അവനോട് ചേരാത്തതുകൊണ്ട് അവന് നിന്നോട് വിദ്വേഷമുണ്ടാവും. കയീന് ഹാബേലിനോട് വിദ്വേഷമുണ്ടായി. അവനെ കൊല്ലുവാനുള്ള പദ്ധതിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിശാച് ലോക മനുഷ്യനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഈ ട്രാക്കിനകത്ത് നിന്ന് രക്ഷിക്കപ്പെടണം. നമ്മൾ രക്ഷിക്കപ്പെടേണ്ടിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അല്ലെ, രക്ഷപ്പെടാനുള്ള കാര്യമല്ല. ആൾക്കാർ രക്ഷപ്പെടാനാണ് ദൈവത്തെ വിളിക്കുന്നത്. രക്ഷപ്പെടാനല്ല വിളിക്കേണ്ടത്, രക്ഷിക്കപ്പെടാൻ. രക്ഷപ്പെടുന്നത് ലോകത്തിലും രക്ഷിക്കപ്പെടുന്നത് നിത്യതയിലും പോവും. സ്വദേശവും പരദേശവും ഇപ്പൊ മനസ്സിലായോ? പറയുന്നത് എന്താണ് വിശ്വാസികൾ? ഞങ്ങൾ പരദേശിയാണ്. സ്വദേശം നിനക്കുണ്ടെങ്കിൽ ആ സ്വദേശത്തിലെ സ്വഭാവം എന്ത് ചെയ്യണം? ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, രക്ഷിച്ചേ പറ്റൂ.
ഞങ്ങൾ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ ഞങ്ങൾക്ക് കീർത്തനമാകട്ടെ. അതായിരിക്കണം നമ്മുടെ ആരാധന, അതായിരിക്കണം അടയാളം. ഇത് ലോക മനുഷ്യനായിട്ട് ചേരുമ്പോൾ അവിടെ ചെന്ന് കുറെ എന്ത് ചെയ്യും, അവനുമായിട്ട് സംസാരിക്കും. ദൈവസഭയിൽ വന്നു കഴിഞ്ഞാലോ അത് കഴിയുമ്പോഴത്തേ ആരാധനയെല്ലാം കഴിയുമ്പോഴത്തേക്കോ സംസാര ശൈലികൾ ശ്രദ്ധിച്ചാൽ അറിയാം. എന്നിട്ട് പറയുന്ന എന്താണ്? പരദേശി. ഗ്ലോറി ടു ഗോഡ്. ഒരു സ്വദേശം ഉണ്ടെന്ന് വ്യക്തമായ ബോധ്യം നിനക്കുണ്ടാകുമ്പോൾ ആ സ്വദേശത്തിലെ അനുഗ്രഹങ്ങൾ നീ ഫോക്കസ് ചെയ്യും. ആത്മാവിൻ്റെ ഫലം ഫോക്കസ് ചെയ്യും. ആത്മീയ ഗീതങ്ങളുണ്ടോ, സങ്കീർത്തനങ്ങളുണ്ടോ, സ്തുതികളുണ്ടോ, സ്തോത്രമുണ്ടോ, ആരാധനയുണ്ടോ, സ്നേഹമുണ്ടോ, ദീർഘക്ഷമയുണ്ടോ, പരോപകാരമുണ്ടോ, വിശ്വസ്തതയുണ്ടോ, സൗമ്യതയുണ്ടോ, സ്വയം നിയന്ത്രണമുണ്ടോ, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിട്ടുണ്ടോ, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ പുറത്തു കൊണ്ടുവരണം. നീയാണ് പരദേശി. നിനക്കൊരു സ്വദേശമുണ്ടെന്നുള്ള ബോധ്യമുണ്ട്. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചുകൊണ്ട് പഴയത് കഴിഞ്ഞുപോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യം വെച്ചുകൊണ്ട് മുൻപിലേക്കുള്ള ഓട്ടം ഞാൻ ഒന്ന് കണ്ടിരിക്കുന്നു, എൻ്റെ ആത്മാവിന്റെ നിത്യരക്ഷ കണ്ടിരിക്കുന്നു. പൗലോസ് വിളിച്ചു പറയും, അത് ക്രിസ്തുവിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അത് പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഓടുകയാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവനെല്ലാവരും ബിരുദ പ്രാപിക്കുന്നില്ല. ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ഗ്ലോറി ടു ഗോഡ്. പൂർവ്വപിതാക്കന്മാർ അത് നമുക്ക് ദൃഷ്ടാന്തം കാണിച്ചു തന്നിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവർ ദൂരത്ത് നിന്ന് കണ്ടു. ഞാൻ ചോദിക്കട്ടെ, പൂർവ്വപിതാക്കന്മാർ ദൂരത്ത് നിന്നാണ് കണ്ടത്? ദൈവസഭ ദൂരത്ത് നിന്നാണോ കാണുന്നത്? അവന്റെ പരിശുദ്ധാത്മാവിനാൽ വചനത്തിന്റെ വെളിപ്പാടിലൂടെ നമ്മുടെ ആത്മാവിന്റെ നിത്യരക്ഷയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ദൂരത്താണോ നിങ്ങൾ കാണുന്നത്? മോക്ഷം കാണുന്നത് ക്രിസ്തുവിൽ, നിത്യജീവൻ നമ്മൾ കാണുന്നത് ക്രിസ്തുവിൽ. ദൂരെയാണോ? ഹല്ലേലൂയ. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെ ദൈവമക്കൾ ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. ലോകം നമ്മെ അറിയണമെങ്കിൽ അവന്റെ ഭാഷ നമുക്കുണ്ടാവണം. നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ സംസാരത്തിന്റെ ട്രാക്കിനകത്ത് നമ്മളായിരുന്നു കഴിഞ്ഞാൽ അവൻ നമ്മെ അറിയും. നമ്മെ അവരറിയാത്തതിന്റെ കാരണം എന്താണ്? അവന്റെ ട്രാക്ക് വേറെ, നമ്മുടെ ട്രാക്ക് വേറെ ആണെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കും. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നുവെങ്കിൽ അവനോടുകൂടെ സദൃശ്യന്മാരാകും. നമ്മുടെ ഈ മൺശരീരം വിൺശരീരമായി തേജസ്കരണം പ്രാപിക്കും. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ പുനരുത്ഥാനം പ്രാപിക്കും. അവൻ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുകയും മനുഷ്യപുത്രന്മാരെ തിരികെ കയറി വരുവിൻ എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടുന്നതിന് അവന്റെ പ്രാണനെ വീണ്ടെടുക്കുവാൻ ആർക്ക് വില കൊടുക്കുവാൻ കഴിയും? ഓരോ പുത്രന്മാരുടെ ചോദ്യത്തിൽ അന്ന് അവർ എഴുതി വെച്ചു, അത് മനുഷ്യന് അസാധ്യം. എങ്കിലും തങ്ങൾ വീണ്ടും കുറിച്ചു വെച്ചു, എന്റെ പ്രാണൻ പാതാളത്തിൽ, അധമ പാതാളത്തിൽ പോകാതെ വണ്ണം എന്നെ വീണ്ടെടുക്കുന്നവൻ ഉണ്ട്. എഴുതി വെച്ചതിനനന്തരം 1000 വർഷത്തിന് ശേഷമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തത്? ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ക്രിസ്തു എന്ത് ചെയ്തു? മരണത്തെ അതിജീവിച്ച് പുനരുദ്ധാനം പ്രാപിച്ചു. യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ കണ്ടവർ, കേട്ടവർ, തൊട്ടു നോക്കിയവർ, യേശുവിനോട് കൂടെ നടന്ന് തോളുരുമി നടന്നവർ, അവന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാപിച്ചവർ, കർത്താവ് പറഞ്ഞ വചനങ്ങൾ കേട്ടവർ, കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് ദൈവം തന്നെ ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ് സകലവും വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ
ക്രൂശീകരിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനെ കണ്ടവർ, ഹല്ലേലൂയ, ക്രൂശിൽ നിന്ന് ഇറക്കുന്നത് കണ്ടവർ, അവനെ കല്ലറയ്ക്കൽ കൊണ്ടുവയ്ക്കുന്നത് കണ്ടവർ, കർത്താവിനോട് ചേർന്ന് നടന്ന മറിയ, ഗ്ലോറി ടു ഗോഡ്, 7 ഭൂതങ്ങളെ പുറത്താക്കിയ മറിയ, അവളുടെ ജീവിതത്തിൽ അവളെ പട്ടണത്തിലെ മോശമായ ജീവിതം നയിച്ചിരുന്നതിൽ നിന്ന് രക്ഷിച്ച മറിയ, യേശുവിന്റെ പുനരുത്ഥാനം മറിയ കാണുന്നു. കൂടെ നടന്നവർ, പത്രോസും യോഹന്നാനും, കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ, പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിനെ അന്ന് വൈകുന്നേരത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? കാണുന്നു. അവർ എഴുതി വെച്ചു, ഞങ്ങളുടെ കണ്ണ് ജീവിച്ചിരുന്നപ്പോൾ കണ്ടത്, ക്രൂശീകരിക്കപ്പെട്ടപ്പോൾ കണ്ടത്, പുനരുത്ഥാനം പ്രാപിച്ചപ്പോൾ കണ്ടത്. ഹല്ലേലൂയ. ഞങ്ങളുടെ ചെവി കേട്ടത്, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ഞങ്ങളുടെ നിത്യജീവൻ ക്രിസ്തുവിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ആ നിത്യജീവൻ ഞങ്ങൾക്ക് ക്രിസ്തുവിൽ എന്തിയിരിക്കുന്നു? പ്രത്യക്ഷമായിരിക്കുന്നു. ആ പ്രത്യക്ഷമായിരിക്കുന്ന കാര്യം നിങ്ങളെയും അറിയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങൾക്കുള്ള ആ കൂട്ടായ്മ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും അത്രേ. ആ കൂട്ടായ്മ നിങ്ങൾക്കും ഉണ്ടാകേണ്ടുന്നതിന് ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ തൊട്ടത് ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ വെളിപ്പെടുത്തുന്നു. അത് ലോകത്തിന്റെ കണ്ണിന് കാണാൻ കഴിയാത്തത്, ലോകത്തിന്റെ ചെവിക്ക് കേൾക്കാൻ കഴിയാത്തത്, ലോകത്തിന്റെ ഹൃദയത്തിന് ധ്യാനിപ്പാൻ കഴിയാത്തത് നിങ്ങൾക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു. ദൈവം തന്റെ ആഴങ്ങളെ തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു. നമ്മുടെ ആത്മാവിന്റെ നിത്യരക്ഷയെ കുറിച്ചിട്ട്, നമ്മുടെ ആത്മാവിന്റെ മോക്ഷത്തെ കുറിച്ച്. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ? ക്രിസ്തുയേശുവിൽ ജീവിക്കും. കർത്താവ് അതിന്റെ ഉത്തരം നൽകിയിരിക്കുന്നു. ഈ സുവിശേഷം ആരറിയിക്കും? പൂർവ്വപിതാക്കന്മാർ ദൈവം അന്ന് കൊടുത്ത ദൗത്യം അവരെന്ത് ചെയ്തു? നിർവഹിച്ചു. കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ പുറപ്പെടുവിൻ. അബ്രഹാമിനെ ദേശത്ത് കാണിപ്പാൻ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാം പുറപ്പെട്ടു. യേശു നമ്മെ വിളിക്കുന്നു, നിങ്ങൾ പുറപ്പെടുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു തന്ന സകല കൽപ്പനകളും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്ത് ചെയ്യുവിൻ? ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. മേളിൽ പറഞ്ഞ കാര്യം ചെയ്യുന്നവരോട് കൂടിയാണ് കർത്താവ് ഇരിക്കും എന്ന് പറഞ്ഞത്. മേളിൽ പറഞ്ഞ കാര്യം അങ്ങ് കട്ട് ചെയ്തിട്ട് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ വേറെ ഏതോ വഴിക്ക് പോവാണ്. എന്നിട്ട് പറയുന്ന എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട് ലോകാവസാനത്തോളം എല്ലാ നാളും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ആരോടാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം പ്രമാണിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ കൽപ്പിച്ചിട്ടുള്ള സകല വചനങ്ങളെയും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ട്. ഗ്ലോറി ടു ഗോഡ്. വേല വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. നമ്മൾ എത്രത്തോളം ദർശനം പുതുക്കണം. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ യാത്ര മുൻപിലേക്ക് പോകണമെങ്കിൽ തന്നെ പുതുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ദൈവം അബ്രഹാമിനെ പുതുക്കി. സാറയെയും ദൈവം എന്ത് ചെയ്തു? ശോധന ചെയ്തു. ദൈവം വാഗ്ദത്തം കൊടുത്തു. സാറയും വിശ്വാസം എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അല്ലെ പ്രിയമുള്ളവരെ, ദൈവവേലയിൽ പ്രത്യേകിച്ച് അബ്രഹാമും സാറയും ഒരേ ദർശനമുള്ളവരാണ്. ഭാര്യയും ഭർത്താവും ഒരേ ദർശനത്തിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ കഴിയും. ദൈവസഭയും ക്രിസ്തുവും ഒരേ ദർശനം. ഇവിടെ പറയുന്ന ഭാര്യയും ഭർത്താവും പൗലോസും ഉപമിക്കുന്നത് എന്താ? മണവാട്ടി സഭ. സഭയും ക്രിസ്തുവും ഒരേ ദർശനത്തിലേക്ക് വന്നാൽ ഗ്ലോറി ടു ഗോഡ്, അനേകം ജാതികളായിട്ടുള്ളവരെ നിത്യജീവൻ അവകാശമാക്കിയെടുക്കുവാൻ കഴിയും. സാറ 90 വയസ്സുള്ളപ്പോൾ സാറ വന്ധ്യ കൂടെ ആയിരുന്നു. ഈ 2 പ്രോബ്ലം സാറയ്ക്കുണ്ടായിരുന്നു. ഒന്ന്, പ്രായം ചെന്നവൾ 90 വയസ്സ്, ഗ്ലോറി ടു ഗോഡ്. രണ്ടാമത്തെ കാര്യം വന്ധ്യയായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്താൽ സകല ജനത്തെയും നിത്യതയ്ക്ക് വേണ്ടി അവകാശമാക്കാൻ, അല്ലാതെ തനിക്കൊരു പുരുഷപ്രജ കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നില്ല. നിത്യതയ്ക്ക് വേണ്ടി അവകാശമാക്കുവാൻ നമ്മുടെ പൂർവ്വ മാതാവ്, നമ്മുടെ പൂർവ്വ പിതാവ് അവർ വിശ്വസിച്ചതിൻ്റെ അനന്തരഫലമാണ്
ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ പിതാവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മൾ മറക്കരുത്. നമുക്കും ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ജാതികളെ അവകാശമാക്കുവാൻ, നീ കാൽ കുത്തുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമാക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ, അബ്രഹാമിനെ പുതുക്കിയ ദൈവം നമ്മെയും പുതുക്കണം. സാറയെ പുതുക്കിയ ദൈവം നമ്മെയും പുതുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുറയിൽ ഒരു കൂട്ടം ജാതികളിൽ നിന്നുള്ളവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ നമ്മുടെ വിശ്വാസത്തിന്, ദൈവത്തിങ്കിലെ വിശ്വാസത്തിന് സാധ്യമാണ്. ആ വിശ്വാസമാണ് എന്ത് ചെയ്യേണ്ടത്? അവകാശമാക്കേണ്ടത്. കാരണം ഒരാത്മാവ് സകല ലോകത്തേക്കാൾ വിലയേറിയത്. പൗലോസ് പറഞ്ഞു, നിങ്ങളാണ് സ്വർഗത്തിലെ എൻ്റെ കിരീടം. ഗ്ലോറി ടു ഗോഡ്. അതിനർത്ഥം എന്താണ്? ഞങ്ങളുടെ സുവിശേഷ നിമിത്തം നിങ്ങൾ എവിടെ കണ്ടു? സ്വർഗത്തിൽ കണ്ടു. ആത്മാക്കൾ സ്വർഗത്തിൽ കാണുവാൻ തക്കവണ്ണം പൂർവ്വപിതാക്കന്മാർ, പൂർവ്വ അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിൽ ഈ അന്ത്യനാളുകളിൽ ഭക്തന്മാരിലൂടെ ദൈവം ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യം തരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജനം നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, സ്വദേശികളായിട്ട് അവരുടെ വഴികളിൽ ജീവിക്കാതെ പരദേശികളാണെന്നുള്ള ബോധ്യത്തിൽ ആത്മാവിൻ്റെ ഫലമുള്ളവരായി, ആത്മാവിൻ്റെ വരമുള്ളവരായി, കൃപകളും കൃപാവരങ്ങളുമുള്ളവരായി ചിലരെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഈ ദിവസങ്ങളിൽ ശക്തിയോടെ തൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഘനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.